ഞാൻ എന്ത് സംസാരിച്ചാലും എവിടെ സംസാരിച്ചാലും ഞാൻ ചെയ്യാത്തൊരു കാര്യമാണ് പറയുന്നതെങ്കിൽ അപ്പൊ തന്നെ എന്നെ ചോദ്യം ചെയ്യുന്നവരായിരിക്കണം. എനിക്ക് എന്നെ ചോദ്യം ചെയ്യുന്നവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്നെ വളർത്തിയത് ശത്രുക്കളാ. അല്ലാതെ ഒരു മിത്രങ്ങളും എന്നെ വളർത്തിയിട്ടില്ല. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നത്, എന്നെ വളർത്തിയത് ഈ യൂനസ് കളമശ്ശേരി എന്ന ഒരു ഈ വ്യക്തിയെ നാലാൾ അറിയുന്ന നിലയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്നത് ഈ സർവേശ്വരന്റെ ഒരു അനുഗ്രഹവും അതോടൊപ്പം കുറെ ശത്രുക്കൾ കാരണമാണ് ഇന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ശത്രുക്കളാണ് എന്നെ വളർത്തിയത്. എല്ലാവരും വളർത്തുന്നതും ശത്രുക്കളാണ്. ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് അവൻ വലിയ റിച്ച് മൈൻഡ് ആയിരിക്കും. അതോടൊപ്പം വലിയ ഹെവി ഡ്രസ് കോഡൊന്നും ധരിക്കാൻ അവർക്ക് സാധിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ സിറ്റുവേഷൻ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ എന്നാൽ പോലും ധരിക്കുന്ന ഡ്രസ്സിൽ വളരെ കോൺഫിഡന്റ് ആയിരിക്കും, പക്ക ക്ലിയർ ആയിരിക്കും. കാരണം ഏതൊരാളും ആദ്യം നോക്കുന്നത് ഒരു വ്യക്തിയുടെ ഡ്രസ് കോഡിലേക്കായിരിക്കും. എന്നിട്ടാണ് അവിടെ നിന്ന് ബാക്കി കാര്യങ്ങളെ മനസ്സിലാക്കി എടുക്കുന്നത്. അപ്പൊ ഏത് എപ്പോഴും ഒരു നല്ലൊരു വെൽ ഡ്രസ്സ് ധരിച്ച് ഏതൊരു സാഹചര്യത്തെയും അതിജീവിക്കാൻ ഏതൊരു വേദിയിലേക്കും കയറി ചെല്ലാൻ കാണുന്ന ഒരു ആർജവം ഒരു നല്ലൊരു ഡ്രസ്സ് ധരിച്ചൊരു വ്യക്തിക്ക് ഉണ്ടായിരിക്കും. അതോടൊപ്പം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി സ്വയം സെൽഫ് ആയിട്ട് പരിചയപ്പെടുത്താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാര്യത്തിൽ മടി ഉണ്ടാവില്ല. എവിടെ ചെന്നാലും മറ്റുള്ളവർ അവർ പറയട്ടെ അല്ലെങ്കിൽ അവരാദ്യം പറയട്ടെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തി, ഞാനിപ്പോഴും ഓർക്കുന്ന എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. എന്റെ കൂട്ടത്തിലുള്ള ഒരു ആൾക്ക് ഒരു ജോലി കിട്ടും, സർക്കാർ ജോലി. അപ്പൊ ആദ്യ സമയത്ത് അവർ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു 2-2.5 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച രാത്രി 10-10:30 എന്നെ വിളിക്കുകയാണ്. മോനെ എന്തായാലും പോകാൻ തീരുമാനിച്ചു, വീട്ടുകാരെല്ലാരും അത് പോകണമെന്നാ പറഞ്ഞത്. രാവിലെ 11 മണിക്ക് തൃപ്പൂണിത്തറയില് ഈ ഇവിടെ എന്താ പറയാ ആപ്ലിക്കേഷൻ കൊടുക്കണം. 11 മണിക്ക് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ നമ്മുടെ കാലടിയിലുള്ള ശ്രീശങ്കർ അവിടെ എന്തോ ഒരു ഓഫീസുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു പേപ്പർ മേടിച്ചുകൊണ്ട് വേണം ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാൻ. അപ്പൊ 11 മണിക്ക് 12 മണിക്ക് മുമ്പ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്തായാലും ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും ഞാൻ അത് മേടിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഞാൻ റെഡിയായി അവരുടെ വീട്ടിൽ ചെന്ന് അവരെ വിളിച്ച് നേരെ കാലടി ചെന്ന്, സ്ഥലമൊന്നും അറിയില്ല, അവിടെ മാപ്പിട്ട് അവിടെ ചെന്നു. നല്ല ഭയങ്കര ക്രൗഡാണ്, കൊറോണ സിറ്റുവേഷനില്ല. അപ്പൊ ഒരാളെയും അടുപ്പിക്കാത്തൊരവസ്ഥ. പക്ഷെ എന്താണെന്ന് അറിയില്ല, ഈശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായി. ഞാനവിടെ ഒരുപാട് ആളുകളെ വകവയ്ക്കാതെ കയറി ചെന്ന്, അന്ന് ഞാൻ വൈറ്റ് ഡ്രസ് ആയിട്ടായിരുന്നു, വൈറ്റ് ഡ്രസ് പാൻറ്റൊക്കെ ഇൻ ചെയ്ത്. അപ്പൊ അവരും ഓർത്തു എന്തോ ഇതിന്റെ വലിയ ആളാണെന്നൊരു തോന്നൽ ഈശ്വരൻ അവർക്കിടെ ഇടയിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് കുറെ ക്യൂ ആയിട്ടുന്ന കുറെ ആളുകൾ മറികടന്നുകൊണ്ട് ഞാനവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന സാറിനോട്, സാർ ഈ പേപ്പർ ഒന്ന് ഒപ്പിടണം, ഇന്ന് 12 മണിക്കുള്ളിൽ ഓഫീസിൽ എത്തിക്കേണ്ടതാണ് ഇന്ന സ്ഥലത്തെന്ന് പറഞ്ഞ് ചെന്ന് ഞാൻ എന്നെ പരിചയപ്പെടുത്തിയ സംഭവം എന്റെ കൂടെയുള്ള ആൾ ഞെട്ടിപ്പോയി എന്നുള്ളതാ. ഇതൊന്നും എന്റെ കഴിവല്ല, എന്റെ ഈശ്വരൻ എനിക്ക് തന്ന ഒരു അനുഗ്രഹമാണ് അവരിലൊരു വഴിത്തിരിവാകാൻ വേണ്ടി. അങ്ങനെ അത് മേടിച്ച് അവിടെ നിന്ന് ലൈറ്റ് ഇട്ട്, അതായത് ഹോസ്പിറ്റലിലോട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് പോകില്ലേ എന്ന് പറഞ്ഞല്ലോ, വണ്ടിയിൽ ലൈറ്റ് ഇട്ട് ഞാൻ പറഞ്ഞു ആ ആളോട് സീറ്റെല്ലാം ഇട്ട് കിടന്നോളാൻ പറഞ്ഞു. ബാക്കിലോട്ട്, കാരണം ആരെങ്കിലും വന്ന് കഴിഞ്ഞിട്ടാണ് വയ്യാത്ത ഒരാള്, വേറെ ആരും ഇല്ല. അങ്ങനെ ആളെ ഞാൻ സീറ്റിൽ കിടത്തി ലൈറ്റ് ഇട്ട് നേരെ ഏതാണ്ട് ഒരു 11-11:15 ആയപ്പോഴത്തേനും എന്തിരുന്നാലും തൃപ്പൂണിത്തറയിൽ ഇവർക്ക് ആ സബ്മിറ്റ് ആ പേപ്പർ സബ്മിറ്റ് ചെയ്യേണ്ട ഓഫീസിൽ എത്തിച്ച് ഇന്ന് അവര് ആ ജോലിയിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമ്മള് ഒരു കാര്യം ഏറ്റെടുത്താൽ അതിന്റെ അറ്റം വരെ പോകാനുള്ള മൈൻഡ് കാണിക്കുക എന്നുള്ളതാണ് അവിടെ. കാരണം അവിടെ എന്നെ സംബന്ധിച്ച് എന്റെ മുന്നിൽ ജാതിയുടെ അതിർവരമ്പുകളില്ല, അത് രാഷ്ട്രീയത്തിന്റെ സംഘടന ഒന്നിന്റെ അതിർവരമ്പുകൾ വെക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരാശിക്ക് മനുഷ്യനെ മനസ്സിലാക്കിയെടുക്കുക, അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ നാളുകളിൽ അവര് സംസാരിക്കുമ്പോൾ കുറെ കുറ്റങ്ങൾ പറയാൻ, നമുക്കെതിരെ സംസാരിക്കാൻ, നമ്മുടെ കുറ്റങ്ങൾ പറയാൻ ഒരുപാട് ആളുകൾ ഉണ്ട്. അതിനെ നമ്മൾ ഒരാളെയും ക്രിയേറ്റ് ചെയ്യേണ്ട. പക്ഷെ നല്ലതെന്ന് പറയാൻ വളരെ ചുരുക്കം ആളുകളെ ഉണ്ടാവുള്ളൂ. ആ ചുരുക്കം ആളുകളിൽ നമ്മുടെ ഒരു കയ്യിൽ എണ്ണാവുന്ന ചില ചുരുക്കം വിരലുകളിലുള്ളവർക്കെങ്കിലും നമ്മളിൽ നല്ലത് പറയാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് എതിരെ പറയുമ്പോഴും 2-3 വ്യക്തികളും മതി ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, നമുക്ക് വേണ്ടി സംസാരിക്കുന്നവർ. അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ആ ഒരു മൈൻഡിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുക. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഒരു പ്രതിസന്ധിയും ഇന്ന് വരെയും എന്നെ അലട്ടിയിട്ടില്ല. എന്തെല്ലാം എന്റെ മുന്നിൽ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം മാറ്റി. സാർ വെരി പ്രൗഡ് ഓഫ്. ഓക്കെ, താങ്ക് യു സാർ.
അപ്പൊ വളരെ ഭംഗിയായിട്ട് എനിക്ക് അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഒരു സെക്കൻഡ്. ഈ കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ചാണ് ഇപ്പൊ പറഞ്ഞു വന്നത്. അപ്പൊ നമ്മുടെ ടോപ്പിക്ക് മാറിപ്പോയതാണ്. കോൺഫിഡൻസ് ഉള്ള വ്യക്തിയിൽ ഒരു പ്രത്യേക ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്രൗഡിന്റെ മുന്നിലോട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെല്ലാവരും നോക്കണം, എല്ലാവരും നമ്മളോട് സംസാരിക്കണം, നമ്മളെ കാണണം, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള ചിന്തപ്പാട് ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തിക്ക് ഉണ്ടാകില്ല. കോൺഫിഡൻസ് ഇല്ലാത്തൊരു വ്യക്തിയാണ്, അയ്യോ എന്നെ കണ്ടില്ലല്ലോ, എന്നെ മനസ്സിലാക്കിയില്ലല്ലോ, എന്റെ കൂടെ നിന്നില്ലല്ലോ, എന്റെ അടുത്ത് ചിരിച്ചില്ലല്ലോ, എന്നോട് എന്താ മിണ്ടാത്ത, ഇങ്ങനെ ചിന്തകൾ വരുന്നത് സ്വയം കോൺഫിഡൻസ് ഇല്ലാത്ത വ്യക്തികൾ. കോൺഫിഡൻസ് ഉള്ള വ്യക്തിയെ സംബന്ധിച്ച് അവനക്കറിയാം ഇതിന്റെ എന്താണോ ഇതിന്റെ എന്താണോ ഇതിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ടൊരു ബോധ്യമുള്ളിടത്ത് ഒരു കാരണവശാലും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെ പേടിക്കാൻ ഒരു കാരണവശാലും പേടി വരില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിൽ ഞാൻ സുമിമാൻ തുടങ്ങി വെച്ചുകൊടുത്ത് തന്നെ, അല്ലെങ്കിൽ സുമിമാൻ നിർത്തി കൊടുത്തെന്ന് ഞാൻ ഒരു കാര്യം പറയുകയാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആരായിരിക്കണം ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ, ലീഡർ എന്നാണ് സുമിമാൻ പരിചയപ്പെടുത്തിയത്. ഞാനൊരു ലീഡറാണ്, എന്നെ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. കാരണം സ്വയം പറയാൻ തയ്യാറാവുന്നുള്ളൂ, ഞാനൊരു ലീഡറാണ്. എന്തിന്റെ ലീഡർ? അവിടെയാണ് ലീഡർ എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി കൊടുത്താണ് ലീഡർ ആസ് എ ലാഡർ എന്നാണ്. കാരണം നമ്മുടെ കൂടെ ഉള്ളവർക്ക് ഏണി വെച്ച് കൊടുക്കുന്നവരാവരുത്. നമ്മളൊരു ഏണി വെച്ച് കൊടുത്തിട്ട് ഇതൊരു ഏണിയാണ്, ഈ ഏണിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കോണിയിലൂടെ നിങ്ങൾ കയറി പോന്നുകൊള്ളൂ എന്ന് പറയുന്നിടത്താണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ശരിയല്ലേ ചാക്കോ സാറേ? നമ്മളൊരു ഏണിയായി മാറാതെ നമ്മളൊരു ഏണി വെച്ച് കൊടുത്തിട്ട് ഞാൻ ഒരു ഏണിയാണ്, എന്നിലൂടെ നിങ്ങൾ കയറി പോന്നോളൂ എന്ന് പറയുന്നിടത്താണ് ഒരു ലീഡറിന്റെ ക്വാളിറ്റി ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം സ്വപ്നം കാണാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ പ്രൗഡാണ് ഈ ബിസിനസ്സിൽ. കാരണം ഈ ബൈറ്റിൽ വന്നിട്ട് ഫ്ലൈറ്റിൽ കയറണമെന്ന ആഗ്രഹമുള്ള ഒരുപാട് വ്യക്തിത്വങ്ങളുള്ള നമ്മളെല്ലാവരും, ഫ്ലൈറ്റിൽ കയറാത്ത, പ്രായം ചെന്നിട്ടും ഫ്ലൈറ്റിൽ കയറാത്ത ഒരുപാട് ആളുകളുണ്ട്. ഫ്ലൈറ്റിൽ കയറണമെന്ന് അതിയായി ആഗ്രഹിച്ചവര് ഫ്ലൈറ്റിൽ കയറാൻ ഒരു സാഹചര്യം ഇല്ലാതിരുന്ന സാഹചര്യത്തിലും ഫ്ലൈറ്റിൽ കയറ്റിയ ഒരു ലീഡറാണ് ഞാൻ. ഞാൻ വലിയ കൊമ്പത്തെ വർത്താനം പറയുമൊന്നുമല്ല, ഞാൻ പ്രൂവ് ചെയ്തിട്ടാ പറയുന്നത്. അതോടൊപ്പം അങ്ങനെ എല്ലാ കാര്യങ്ങളും, കാരണം സംസാരിക്കാൻ അറിയില്ലാത്തവർ സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കി കൊടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ രണ്ടാളുടെ മുന്നിൽ നിർത്താൻ സഹായിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പല സ്വപ്നങ്ങളും കാണിച്ചു കൊടുക്കാൻ സുമിമാൻ ചോദിച്ചു എങ്ങനെയാണ് ക്രൗഡിനെ പിടിച്ചു നിർത്തുന്നത്, എങ്ങനെയാണ് ടീമിനെ പിടിച്ചു നിർത്തുന്നത്. ഇത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ കൂടെ ഉള്ളവരുടെ സ്വപ്നങ്ങളെ ഫുൾഫില്ല് ചെയ്യാൻ അവർ നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അവരുടെ സ്വപ്നത്തിന് തടസ്സം നിൽക്കാതെ അവരാഗ്രഹിക്കുന്ന ലെവലിലേക്ക്, അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലെവലിലേക്ക് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ എത്തിക്കാൻ നമ്മൾ തയ്യാറായാൽ അവിടെയാണ് എണ്ണം കൂടി വരുന്നത്. 30, 35, 40 പേരിലേക്ക് ഈ സംഭവത്തെ എത്തിക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ 400, 4000 പേരിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുന്നത് നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ അവർ കാണുന്ന സ്വപ്നത്തിലേക്ക് അവരെ എത്തിക്കാൻ സഹായിക്കുമ്പോഴാണ്. ഇന്നിപ്പോ ഇന്നലെ 19 വയസ്സുകാരൻ 50,000 രൂപ തികച്ച ഒരാളുണ്ട് എന്റെ ടീമിൽ. ഇന്നലെ പോസ്റ്റ് വന്നിട്ടുണ്ട്, 50,000 എബോ ആയിട്ട്. അതോടൊപ്പം ഏത് അച്ചീവ്മെന്റ് വെച്ചാലും ഡാനി സാറിന്റെ വിങ്ങിൽ ഏറ്റവും കൂടുതൽ ടീമിനെ കൊടുക്കുന്ന ആള് ഞാൻ തന്നെ ആയിരിക്കും. എന്റെ അഹങ്കാരമല്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. അഹങ്കാരം ചിലർക്ക് ഞാൻ അഹങ്കാരിയായിട്ട് തോന്നാം, അതെന്റെ തെറ്റല്ലല്ല. അല്ലേ ചാക്കോ സാറേ? സുഭാഷ് സാറേ ശരിയല്ലേ? സുരേഷ് സാറേ, ചിലർക്ക് നമ്മുടെ ഓരോ പ്രവർത്തന രീതികൾ അത് അഹങ്കാരമായിട്ടോ മറ്റൊരാളെ തകർക്കാൻ വേണ്ടിയിട്ടോ ചെയ്യുന്നതായിട്ട് തോന്നാം, അത് നമ്മുടെ തെറ്റല്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്റെ കോൺഫിഡൻസ് ആണ്. ഞാൻ ഡാനി സാറിന് ഒരു വാക്കുകൂടി, ഇത്ര ആള് എന്റെ ടീമിൽ നിന്ന് ബോട്ട് അച്ചീവറായിട്ട് ഉണ്ടാകുമെന്ന്, അതെന്തായാലും ഞാൻ പ്രൂവ് ചെയ്തിരിക്കും. അതില് 3 പേര് ഓൾറെഡി ഇന്നലെ ആയിക്കഴിഞ്ഞു. ബാക്കി പേരും കൂടി ഇന്നും നാളെയൊക്കെ ആയിട്ട് അതിന്റെ പോസ്റ്ററുകൾ ബാക്കി വരും. എനിക്കൊരു വ്യക്തമായ ലക്ഷ്യമുണ്ട്. കാരണം എന്റെ കൂടെ നിൽക്കുന്നവരിൽ എന്നെ വിശ്വസിച്ച്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഞാൻ മനുഷ്യനാ. എന്റെ കുറവുകളെ മനസ്സിലാക്കി എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കാൻ തയ്യാറാണ് എങ്കിൽ അവർ ചിന്തിക്കാത്ത തലത്തിലേക്ക് എനിക്ക് അവരെ എത്തിക്കാൻ പറ്റും. കാരണം ഞാൻ ഈ ഫ്ലൈറ്റ്, അതായത് ഈ ബയോട്ടോറിയം എന്ന കമ്പനിയുടെ ഫ്ലൈറ്റ് ഞാൻ ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ ഒരു മടിയും എനിക്കില്ല. കാരണം അതിന് നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിൽ ഉണ്ടായിക്കൊള്ളുന്നില്ല. വലിയ പഠിച്ച ആ ഗ്രേഡിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും എന്റെ കയ്യിലില്ല എങ്കിലും ഈ സാധനം ടേക്ക് ഓഫ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്നവരെ, അവർക്ക് ഒരു കഴിവുകളും അവർക്കില്ല എങ്കിലും അവരാഗ്രഹിക്കുന്നതിന് അപ്പുറം എനിക്ക് എത്തിക്കാൻ സാധിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അതിനെക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കിയിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത്. ഇതെവിടെ എത്തിക്കുന്നുള്ള കൃത്യമായ ബോധ്യം എനിക്കുണ്ട്.
അവിടെയാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു ലീഡർ. കാരണം സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്നവനായിരിക്കണം ഒരു ലീഡർ. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ പഠിപ്പിക്കുന്നവനായിരിക്കണം ഒരു ലീഡർ. അല്ലാതെ കുതികാലി വെട്ടിയിട്ട് അവസരങ്ങളെ വകഞ്ഞു മാറ്റിയിട്ട് വിജയിക്കാൻ അവസരം കൊടുക്കാതെ മാറ്റി നിർത്തുന്നവനായിരിക്കരുത് ഒരു ലീഡർ എന്നാണ് ഞാൻ എൻ്റെ ജീവിതയാത്രയിൽ പഠിച്ചൊരു കാര്യം. അതുപോലെ സ്വപ്നങ്ങൾക്ക് വില കൽപ്പിക്കുന്നവനായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതും അതൊക്കെ തന്നെയാണ്. കാരണം ഞാൻ പ്രൂവ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളോട് ഓരോ കാര്യങ്ങളും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും അപാകതം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന ഏവർക്കും എന്നെ ചോദ്യം ചെയ്യാം. യൂനുസ് ഭായ്, നിങ്ങൾ പറഞ്ഞ തെറ്റാണ്, നിങ്ങൾ ഇന്ന ഭാഗം ചെയ്തിട്ടില്ല, ഇന്ന ഭാഗത്ത് നിങ്ങൾ തെറ്റായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തിരുത്താൻ ഞാൻ തയ്യാറാണ്. കാരണം എന്നെ ഞാനല്ലാതെ വേറൊരാളും തിരുത്താനില്ലല്ലോ. എന്നെ എനിക്കല്ലേ അറിയാവൂ ഞാൻ എവിടെ തിരുത്തണ്ടേ, എന്താ തിരുത്തണ്ടേന്ന്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ആരും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ നിൽക്കുന്നവർ, ഞാൻ ടീമൊന്നും നോക്കാറില്ല. എന്റെ കൂടെ ഒരാവശ്യം പറഞ്ഞ് എന്നെ ആര് വിളിച്ചാലും, അതാണ് ഇപ്പൊ സുമി മാഡമായിട്ട് എന്റെ കോണ്ടാക്ട് അതാണ്. സുമി മാഡം അവിടെ സെയിൽ വെച്ചാലും വെച്ചില്ലെങ്കിലും എന്നെ സംബന്ധിച്ച് ഒരു ഗുണവും. പക്ഷെ എന്തിരുന്നാലും സുമി മാഡത്തിന് എന്തെങ്കിലും ഒരു ഡൗൺ ഫീൽ ചെയ്താൽ ആ സെക്കൻഡിൽ എന്നെ വിളിച്ച് യൂൻസിക്ക ഇനി എന്താണ് നെക്സ്റ്റ് എന്ന് ചോദിക്കുന്ന ആ ഒരു വിശാല മനസ്സിനെ ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ആയിരിക്കണം ഓരോരുത്തരും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തി ഒരു കാര്യത്തെ ചോദിക്കുന്നതിനോ പറയുന്നതിനോ ഒരു മടി ഉണ്ടാവില്ല എന്നുള്ളതാണ്. കാരണം എനിക്കൊരു കാര്യം അറിയില്ല എന്ന് അവരെന്ത് ചിന്തിക്കുമെന്നൊരു ചിന്തപ്പാട് കളഞ്ഞോട്ട് ഒരു പക്ഷേങ്കിലും ഇത്ര മൈന്യൂട്ടായ ഈ ഒരു കാര്യം പോലും എനിക്ക് അറിയില്ലല്ലോ എന്ന് അവർ കരുതുമ്പോന്നിടത്ത് നിന്നും എനിക്ക് ഈ കാര്യം കൂടി നന്നായിട്ട് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നിടത്താണ് ഒരു വ്യക്തിയുടെ ക്വാളിറ്റി നിലനിൽക്കുന്നത്. ഇവിടെ നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സുമിമാൻ പറഞ്ഞു തന്നെയാണ്, ഞാൻ ഇവിടുത്തെ ഒരു ലീഡറാണ്. അതെ, പക്ക ലീഡർ തന്നെയാണ്. ഓരോരുത്തരും ഒരു ലീഡറാണ്. കാരണം ഒരു വ്യക്തിക്ക് ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നെറ്റ്വർക്കിൽ എന്നല്ല ഏത് മേഖലയിലാണെങ്കിലും ഒരാളെ കൈക്ക് പിടിച്ച് ഒരു സ്ഥലത്തോട്ട് എത്തിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ഒരു ലീഡർ തന്നെയാണ്. ആ ലീഡർ ഓക്കെ, താങ്ക് യു മാം. ആ ഒരു ലീഡറെ സംബന്ധിച്ച് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതെ നമ്മൾ നെറ്റ്വർക്കിന്റെ വലിയ റേഷ്യോ ഒക്കെ പറയും, നെറ്റ്വർക്ക് വിജയിക്കാൻ പറ്റുന്ന കുറെ കഥകളൊക്കെ പറയും, കുറെ കാര്യങ്ങളൊക്കെ സംസാരിക്കും. പക്ഷെ അതിന് വേണ്ട ഒന്നും ചെയ്യാതെ ഞാനൊരു ലീഡറാണെന്ന് പറയുന്ന കാര്യത്തിൽ ഒരു അർത്ഥവുമില്ല. ഞാൻ ചോദ്യം ചെയ്യാറുണ്ട്. എന്റെ മുന്നിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എന്തൊട്ട് മാങ്ങ കാണിക്കണം എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റുകളൊന്നും എന്റെ കയ്യിലില്ലെങ്കിലും കുറെ അധികം ജീവിത പാഠങ്ങള്, ജീവിത അനുഭവങ്ങൾ എന്റെ മുന്നിലുണ്ട്. എന്നെ മുന്നിലിരിക്കുന്ന കുറെ അധികം ഓണമുണ്ട്, കുറെ വ്യക്തികളുണ്ട്. അവരുടെ പകുതി ഓണമുണ്ട് വ്യക്തി തന്നെയാണെങ്കിലും ഒരു പക്ഷേങ്കിൽ ചില ജീവിത സാഹചര്യങ്ങളെ അവരെക്കാളും കൂടുതൽ അതിജീവിച്ച ഒരു വ്യക്തിയായി മാറാൻ ചില കാര്യങ്ങൾ എനിക്ക് സാധിച്ചിട്ടുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും നല്ലൊരു ലീഡറായി മാറുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇക്കരെ കാണുമ്പോൾ അക്കരെ പച്ച എന്ന് കാണുന്ന ഒരു അവസ്ഥയിലോട്ട് നമ്മൾ മാറുന്നുണ്ടെങ്കിൽ അതും പക്ക ബോറാണ്. അതും ഒരു ചതിയുടെ ഘട്ടത്തിൽ പെടും. നമ്മളെ സംബന്ധിച്ച് മോഹന വാഗ്ദാനങ്ങൾ തരുന്ന, അല്ലെങ്കിൽ ഇന്നിപ്പോ ഒരുപാട് കമ്പനികളും പൊട്ടിമുളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിച്ചു പോകുന്നത്. ഒരുപാട് കമ്പനികൾ, പേപ്പർ ഉള്ളതും പേപ്പർ ഇല്ലാത്തതും 1000 രൂപയ്ക്കും 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കും പല 100 രൂപയ്ക്ക് പോലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനികൾ ഇന്നുണ്ട്. കാരണം ഇത് അറിയാൻ പറ്റുന്നത് ഞാനും അഭിലാഷ് സാറാണ്, എറണാകുളം ജില്ലയുടെ MMEന്റെ യൂണിയന്റെ ഭാരവാഹികൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് അറിയാം. ഏതെല്ലാം കമ്പനികൾ ഉണ്ടെന്നും ഏതെല്ലാം കമ്പനികൾ ഫ്രോഡാണ് കളിക്കുന്നത് നല്ല കൃത്യമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞങ്ങള്. കാരണം ഞങ്ങളുടെ കമ്പനിയെ കുറിച്ച് കൃത്യമായിട്ട് ഞങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിലും മറ്റു കമ്പനിയെ കുറിച്ച് ഒരു കാര്യമില്ലെങ്കിലും പഠിച്ചേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം നമ്മുടെ ചേംബറിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അതിന്റെ കാര്യങ്ങളിൽ പറയേണ്ട ഒരു അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ആ ഒരു അവസ്ഥയെ കൂടി കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ പറ്റും ആരാണ് ഇവിടെ നല്ലത്, ആരാണ് ഇവിടെ ചീത്ത, ഏതാണ് കള്ള നാണയങ്ങൾ, ഏതാണ് ഒറിജിനൽ നാണയം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ മോഹന വാഗ്ദാനങ്ങൾ തന്നുകൊണ്ട് ഒരുപാട് കമ്പനികൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പല ഓഫറുകളും തന്നുകൊണ്ട് നമ്മളെ ക്ഷണിക്കാൻ, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആരെങ്കിലും പിടുത്തം വിട്ടു പോയാൽ അവർക്ക് പോയി എന്നുള്ളതാണ് എനിക്കിവിടെ അടിവരായിട്ട് പറയാനുള്ളത്. ആരെങ്കിലും ഇന്ന് ബയോട്ടോറിയത്തെ വേണ്ടെന്ന് വെച്ച് പോയാൽ നാളുകളിൽ ഖേദിക്കേണ്ടി വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം
അത് ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് അടുത്തയിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടുന്ന് അടുത്തയിലോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനൊരു മങ്കി മൈൻഡ് സെറ്റിലൂടെ പോകുന്ന ഒരു വ്യക്തിക്കും ഇന്ന് വരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല, വിജയിച്ചതായി നമ്മൾ കണ്ടിട്ടുമില്ല. അവിടെയാണ് നമ്മൾ ഈ കാര്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ഏതാണ് നല്ലതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ലൊരു മൈൻഡ് സെറ്റിലൂടെ, ഏറ്റവും നല്ല കോൺഫിഡൻസ് ലെവലിലൂടെ നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാൻ സഞ്ചരിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരുപാട് ഓഫറുകൾ തരുന്ന ഒരാളുടെയും പുറകെ ഒരാളും പോയിട്ട് ജീവിതം നഷ്ടപ്പെടുത്തി കളയാതെ ബയോട്ടോറിയം എന്ന ഈശ്വരാനുഗ്രഹം നിറഞ്ഞ ഒരു പ്രൊജക്റ്റും കയ്യിൽ കിട്ടിയവരാണ് നമ്മള്. നമ്മുടെ കഴിവുകളെ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് ഷാർപ്പൺ ചെയ്ത് നമ്മുടെ കഴിവുകളെ ഇവിടെ ഉപയോഗിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഓരോ ദിവസവും ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ പ്രൊഡക്റ്റുകളും കാര്യങ്ങളും വന്നുകൊണ്ട് നാളുകളിലോട്ട് ഏറ്റവും വലിയൊരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയായി മാറാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വങ്ങളായി മാറാൻ സാധിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഡോക്ടർ സാഗർ ജോഷി സാറ് ഇതിനെ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് വലിയ ഹിന്ദി ഒന്നും അറിയില്ല, എന്നാലും ഡോക്ടർ സാഗർ ജോഷി സാർ പറഞ്ഞൊരു കാര്യമുണ്ട്, കടലിലേക്കാണ് എല്ലാം വന്നടുക്കുന്നത് അല്ലേ, അങ്ങനെയല്ലേ അല്ലേ സുരേഷ് സാറേ? കടലിലേക്ക് എന്തിന്റെ അവസാനം, വെള്ളത്തിന്റെ അവസാനം കടലാണ്. എല്ലാം വന്നടുക്കുന്ന സ്ഥലം അത് കടലാണ്. എന്നാൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കമ്പനി ഇന്ത്യയിൽ വന്നാലും എന്റെ പേര് സാഗർ എന്നാണ്. സാഗർ എന്ന് വെച്ചാൽ ഹിന്ദിയിൽ കടൽ എന്നാണ്. ഏതൊരു കമ്പനി, എത്രത്തോളം വലിയ കമ്പനികൾ വന്നാലും അവസാനം വന്നടുക്കുന്നത് ഈ സാഗറിലേക്കാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ ആ സാഗർ ജോഷി മുന്നോട്ട് നയിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളുള്ളത്. സാഗർ എന്നാൽ ഹിന്ദി വാചകത്തിൽ കടൽ എന്നാണ് അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിയായിരിക്കും അല്ലേ? ശരിയല്ലേ? യെസ്. അപ്പൊ ആ സാഗറിലേക്ക് വരുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീർഘവീക്ഷണമുള്ള, തന്റേടമുള്ള, ആർജവമുള്ള ഒരു വ്യക്തിയാണ് ഡോക്ടർ സാഗർ ജോഷി സാറ്. കാരണം നമ്മളൊക്കെ ലൈവ് കണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കിയെടുത്ത ഒരു രീതിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. അതുകൊണ്ട് ആ സാഗറിലേക്ക് അടുക്കാൻ നിൽക്കുന്ന ഒരു ഇന്ത്യയായി നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഇന്ത്യയെ, അതായത് ഇന്ത്യയിലുള്ള ഒരുപാട് കമ്പനികൾ പൊട്ടിമുളച്ച് വന്നാലും നാളുകളിലോട്ട് ഈ ഇന്ത്യയിലുള്ള ഫുൾ കമ്പനികളും അത് നേരെ ഈ സാഗറിലേക്ക്, ഈ കടലിലേക്ക്, ഈ ബയോട്ടോറിയത്തിലേക്ക് വന്ന് പതിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതൊന്നും ഒരു വിദൂരത്തുള്ള കാര്യങ്ങളല്ല. ഏറ്റവും അടുത്ത നാളുകളിൽ, ഏറ്റവും അടുത്ത നമ്മള് ഏറ്റവും ഭംഗിയായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയി ഏറ്റവും അനലൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ വരും നാളുകളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണത്, ഈ സാഗറിലേക്ക് എല്ലാം വന്നടുക്കുന്നത്. അതുകൊണ്ട് ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കസ്തൂരി അന്വേഷിച്ച് പോകുന്ന ഒരു വ്യക്തിയായി നമ്മൾ മാറാതെ ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കി എടുത്ത് എന്തിനു തയ്യാറായി നിൽക്കുന്ന വ്യക്തികളായി മാറണമെന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ഞാൻ അവിടെയാണ്. ഒരു മങ്കി സെറ്റിന്റെ ഉടമയായി നമ്മൾ മാറരുത്. എവിടെയാണോ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്, പിടിക്കുന്നത് മുറുക്കിലായിരിക്കാം, ഇലവിലായിരിക്കാം. ഏറ്റവും കട്ടിയുള്ള മുള്ളാണ് ഇലവിന്റെ മുള്ള്. പിടിക്കുന്നത് മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ പകരം വയ്ക്കാനിരുന്ന പകരക്കാരൻ നമ്മുടെ സാഗർ ജോഷി സാർ. റൈറ്റ് ആണ്. കാരണം നമ്മുടെ ജയ്മോൻ സാറിന്റെ ഒരു മെസ്സേജ് ആണ്. ഇന്നിന്റെ നെറ്റ്വർക്കിൽ ഏതാണ്ട് 5000-ഓളം കമ്പനികൾക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്ത ഒരേ ഒരു MD ആണ് ഡോക്ടർ സാഗർ ജോഷി സാറ്. അപ്പൊ അങ്ങനെ ഒരുപാട് വർഷങ്ങൾ അദ്ദേഹത്തിലുണ്ട്. ഒരുപാട്, കാരണം എല്ലാത്തിനെയും അതിജീവിച്ച് നിൽക്കുന്ന പുള്ളി നെറ്റ്വർക്കിന് വേണ്ടി സോഫ്റ്റ്വെയർ ഉണ്ടാക്കി കൊടുത്തിട്ട് പോലും അദ്ദേഹം ഒരു നെറ്റ്വർക്ക് തയ്യാറാവാതിരുന്നത് ഏതെല്ലാം കമ്പനികൾ എങ്ങനെ പോകുന്നത് പഠിക്കാൻ വേണ്ടി നിന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് പഠിച്ച് മനസ്സിലാക്കി ഓരോ കമ്പനികളും ഓരോരുത്തരെ പറ്റിക്കുന്നു എന്ന് ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ സ്വയം സോഫ്റ്റ്വെയർ നമുക്ക് ഈ അവസരം നമ്മളോട് തന്നിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാം ചെന്നടിക്കുന്ന ഈ സാഗരത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് ഈശ്വരാനുഗ്രഹമുള്ള വ്യക്തികള്. ഒരു തർക്കവുമില്ല. നമുക്ക് എത്ര ടൈം നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചാലും മതി വരാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം ഈ സാഗറിലേക്ക് നമുക്ക് അടുക്കാൻ സാധിച്ചു എന്നുള്ള കാര്യത്തില്. അതുകൊണ്ട് വരും നാളുകളിൽ എല്ലാം വന്നടിയുന്ന ഒരു സമുദ്രമായി, ഒരു കടലായി ഈ ബയോട്ടോറിയം മാറും. അന്നേരം നമ്മള് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥ വരരുത്. ദൈവമേ, അന്ന് ID വെച്ചിട്ടുണ്ടായിരുന്നു, അന്ന് ഇന്ന സാറ് വിളിച്ചുകൊണ്ട് പോയതായിരുന്നു, ഇന്ന സാറ് കൊണ്ടുവന്ന് പ്രൊഡക്റ്റ് തന്നതായിരുന്നു, അതൊന്നും ചെയ്യാൻ പറ്റാതെ ആയിപ്പോയല്ലോ, എനിക്കൊന്നും നേടാൻ പറ്റാതെ ആയിപ്പോയല്ലോ. ഇന്ന് അവിടെ ഉള്ളവരെല്ലാം വലിയ ആളുകളായി മാറിയല്ലോ, അവര് വലിയ കോടീശ്വരന്മാരും
വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റി ചെയ്യുന്നവരുമായി പോയല്ലോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള നിസ്സഹായ അവസ്ഥയിൽ നിൽക്കേണ്ട ഒരു ദുരവസ്ഥ നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യം അടിവരയിട്ട് ഓരോരുത്തർ മനസ്സിലാക്കണം. കാരണം എല്ലാം വന്നടുക്കുന്ന ആ ഒരു കടലിൽ നമ്മൾ ഇന്ന് ഉണ്ടെങ്കിൽ നാളുകളിൽ എല്ലാം കൂടി വരുമ്പോൾ അന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് നമ്മളെ വിളിച്ചവരുടെ മുഖത്ത് നോക്കിയും നമ്മളെ വിട്ടേച്ചവരുടെ മുഖത്ത് നോക്കിയും നമുക്ക് ചോദിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഇവിടെ ഉണ്ട്. അന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ കൊണ്ടുവന്ന് ഇവിടെ ചാടിച്ചിട്ട് നിങ്ങളല്ലേ വേറെ വഴി നോക്കി പോയത് എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരവസരം ഇവിടെ ഉണ്ടാകാൻ ഏറ്റവും നല്ലൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു കാരണവശാലും ഒരു മോഹന വാഗ്ദാനത്തിന്റെ മുന്നിൽ നമ്മൾ അടിയറവ് പറയാതെ നമുക്ക് കിട്ടിയ ഈ ഒരു അവസരത്തെ ഏറ്റവും കൃത്യമായ രീതിയിൽ 1000 ദിവസത്തെ ഡിസൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കാൻ തയ്യാറായാൽ നമ്മളെല്ലാവരും ഒരു കുടുംബത്തിന്റെ അത്താണികളാണ്, ഒരു കുടുംബത്തിലെ യോദ്ധാവാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മളെല്ലാവരും കാര്യങ്ങളെ മനസ്സിലാക്കി എടുത്തുകൊണ്ട് നമ്മളിലൂടെയാണ് ആ ഒരു കുടുംബം മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാക്കി എടുത്തുകൊണ്ട് നമ്മളിലൂടെയാണ് നമ്മൾ നിലനിൽക്കുന്ന നാട്ടില് നമ്മളിലൂടെ വേണം നമ്മുടെ സ്ഥലത്തെ അറിയപ്പെടാൻ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. ഒരു സെക്കൻഡ്. സോറി. നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്ഥലങ്ങളും അറിയപ്പെടുന്നത് ഈ ബയോ ടൂറിസം ചെയ്യുന്ന ഓരോ വ്യക്തികളിലൂടെയാണ് എന്ന കാര്യത്തില് ഒരു തർക്കമില്ല. അതേ രീതിയിൽ നമ്മൾ കാര്യങ്ങളെ ഡിസൈൻ ചെയ്യണം. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാൻ ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളില് ഈ ബയോ ടൂറിസം എന്ന കമ്പനി നമ്മുടെ കയ്യിലുണ്ട്. ഈ ബയോ ടൂറിസം എന്ന ഒരു എന്താ പറയാ, ഒരു മഹാസാഗരമാണ് നമ്മൾ അതിലിട്ട് ഇറങ്ങിയിരിക്കുന്നത്. പക്ഷെ ആരും ഇതിന്റെ വലിപ്പം മനസ്സിലാക്കിയിട്ടില്ല, ആരും ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ടില്ല, ആരും ഇതിനെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന നിലയിൽ ഇന്ന് ആരെ കാണണ്ടേ, ഞാനൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊന്നും റെഡിയാക്കിയിട്ടില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല എന്ന് പറയുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എത്ര രൂപയുടെ ആവശ്യമുണ്ട് ഇന്നൊരു 3000 രൂപ അല്ലെങ്കിൽ 5000 രൂപ 10000 രൂപ. 2 സെയിൽ വെച്ച് എത്ര ആശയം കിട്ടും? അത് 6000 രൂപ കൂടി കിട്ടും. യെസ്. എന്നാൽ അതിന് പോലും തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട്? ആളുകളിവിടെ ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മുടെ മനസ്സ് പാകപ്പെടുത്തിയിട്ടില്ല, നമ്മളും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. കിട്ടാൻ അവസരമുണ്ട് നമ്മുടെ മുന്നില്, കിട്ടാൻ അവസരമുണ്ട്, നമ്മൾ തയ്യാറായിട്ടില്ല. എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? നമുക്ക് ഇതിലൂടെ നേടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലോട്ട് വന്നിട്ടില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഈ ബയോടെക്നോളജിയിലെ ഫ്ലൈറ്റിൽ ഞാൻ ഇവിടെ ടേക്ക് ഓഫ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് എങ്കിൽ, ഡോക്ടർ സാഗർ ജോഷി സാറിന് കൈ കൊടുത്തിട്ടാണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ, എന്നെ സംബന്ധിച്ച് എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും, അവരുടെ ഒരു കുറവുകളും എനിക്കൊരു വിഷയമല്ല. അവരെന്റെ കൂടെ നിൽക്കാൻ കാണിക്കുന്ന ഒരു മൈൻഡ് മാത്രം മതി. അവരെ ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അവരെ ലാൻഡ് ചെയ്യിപ്പിക്കാൻ എനിക്ക് സാധിക്കും. അതെന്റെ അഹങ്കാരമൊന്നുമല്ല, അതെന്റെ കോൺഫിഡൻസ് ആണ്. കാണുന്നവർക്ക് അഹങ്കാരമായി തോന്നാം, അതെന്റെ തെറ്റല്ല. എന്നിരുന്നാലും, കാരണം ഞാൻ ഇനി ഒരു കാര്യത്തെയും പേടിക്കുന്ന വ്യക്തിയല്ല. ഞാൻ എന്നെ കാണുമ്പോൾ ചിലര് പേടിക്കണമെന്നാണ് എന്റെ ഉദ്ദേശം. കാരണം ഇനി എന്തായിരിക്കും അവന്റെ അടുത്ത നിലപാട്, എന്തായിരിക്കും അവന്റെ അടുത്ത പോക്കെന്ന് നമ്മളെ കാണുമ്പോൾ നമ്മളെ കണ്ട് പേടിക്കുന്ന കുറെ ആളുകളെ ക്രിയേറ്റ് ചെയ്യുന്നവരായി നമ്മൾ മാറണം. നമ്മൾ പേടിക്കരുത് ഒന്നിന്റെ മുന്നിലും, ഒരു സാഹചര്യത്തിന് മുന്നിലും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു വിഷയത്തെ നമ്മൾ എത്ര പേടിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഏതെങ്കിലും ഒന്ന് നടക്കും, അല്ലേ? എത്ര പേടിച്ചാലും എത്ര ടെൻഷൻ അടിച്ചാലും നടക്കാനുള്ള കാര്യം അവിടെ നടന്നിരിക്കും, ഒരു തർക്കമില്ല. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ ആരോഗ്യം കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മുടെ ആയുസ് കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക, നമ്മുടെ മൈൻഡ് കളയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മളൊന്ന് ചിരിക്കാൻ തയ്യാറായില്ല എങ്കിൽ പുള്ളികൾ വന്ന് വീണ് കറ പറ്റി വീർത്ത് ഭയങ്കര പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് എന്റെ ചിരിയെ നല്ലത് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടാ, ഒരു തർക്കമില്ല. സുമി മേഡം പോലും ചിലപ്പോൾ പറയാറുണ്ട്, ഒരുപാട് ആളുകൾ പറയാറുണ്ട്. എന്നാൽ എന്റെ ചിരിയാന്ന് പറയുന്നവരും എന്റെ മുന്നിലുണ്ട്. അതും എനിക്കിഷ്ടാ. കാരണം എന്നെ എല്ലാ രീതിയിലും ഉൾക്കൊള്ളണമല്ലോ. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരാണെന്നുള്ള ഇത് പറയും, അതും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം എന്നെ എപ്പോഴും വളർത്തിയിട്ടുള്ളത് ശത്രുക്കൾ മാത്രമാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നതും ശത്രുക്കൾ കാരണം ഞാൻ നിൽക്കുന്നത്. ഞാൻ ഒന്നിന്റെ മുന്നിൽ, ഒന്നെങ്കിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ ഒരു കഥയുണ്ട്. ഒരു വളരെ സാധാരണക്കാരനായ ഒരു പട്ടാളക്കാരൻ ഫ്രഞ്ച് പടയോട് യുദ്ധം ചെയ്യുന്ന സമയത്തില് പരാജയത്തിന്റെ മുൾമുന കണ്ടു നിൽക്കുക. ഈ പരാജയമല്ലാതെ അവിടെ വിജയം ഇല്ല എന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തില് നെപ്പോളിയൻ ആ ഫ്രഞ്ച് പടയോട് പറയുന്ന, തൊണ്ട കീറുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന ഒരു വാചകമുണ്ട്: ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ
യുദ്ധം ചെയ്ത് മരിക്കാം. അതല്ല എങ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ അന്തസ്സോടെ തലയുയർത്തി അഭിമാനത്തോടെ ഇവിടെ ജീവിക്കാമെന്ന് ആ ഫ്രഞ്ച് പടയോട് പറയുമ്പോൾ ആ ഒറ്റ വാക്കിനെ, ആ ഒരു ലീഡർ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്കിനെ ആ ഫ്രഞ്ച് പട ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് അവിടെ യുദ്ധത്തിനിറങ്ങുമ്പോൾ പിന്നീടുള്ള ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ആ നാടിന്റെ ചക്രവർത്തിയായി നെപ്പോളിയൻ ചക്രവർത്തിയായി മാറി എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കേണ്ടത്. അവിടെയാണ് നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഏതൊരാൾ വെറുക്കുന്നോ നമ്മളിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ വെറുക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മളെ ഒരാൾ ഇഷ്ടപ്പെടുമ്പോൾ നമ്മളിൽ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ഏറ്റവും നല്ല സാഗരത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് എങ്കിൽ, ഏറ്റവും നല്ലൊരു അവസരത്തിലോട്ട് നമ്മൾ വന്നിട്ടുണ്ട് എങ്കിൽ അത് ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഒരു അനുഗ്രഹമാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എങ്കിൽ അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഓരോ നാടും അറിയപ്പെടേണ്ടത് ഈ ബയോട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പേരിലായിരിക്കണം. ഞാൻ ആഗ്രഹിക്കുന്നത് വരും നാളുകളിൽ, ഇന്ന് യൂണിസ് കളമശ്ശേരി എന്ന് പറയുമ്പോൾ ഈ ബയോട്ടിലെ ആളുകൾ അറിയുമെങ്കിൽ നാളുകളിലോട്ട് ഏത് ജില്ലയിൽ നിന്നിട്ടും ഏത് നാട്ടിൽ നിന്നിട്ടും പറയണം യൂണിസ് കളമശ്ശേരി ഇന്ന കമ്പനിയിലെ ഇന്ന അച്ചീവർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ, ഇവിടെ ഈ സാധനം ഉണ്ടെങ്കിൽ, അതായത് കൊക്കിൽ ജീവനുണ്ട് എങ്കിൽ എത്തിച്ചിരിക്കും. ഞാനും എന്റെ കൂടെ ഉള്ളവരും എത്തിച്ചിരിക്കും. എല്ലാവരെയും എത്തിക്കാനും സാധിക്കും. കാരണം ഡോക്ടർ സാഗർ സാർ ഈ സാധനം തന്നിരിക്കുന്നത് 2 ദിവസത്തേക്കോ 3 ദിവസത്തേക്കോ വേണ്ടിയിട്ടല്ല, ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് ഈ ബയോട്ടോറിയം കമ്പനി തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളൊന്നും കുറവുകളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾക്ക് തിരുത്താൻ, തെറ്റുകൾ സംഭവിച്ചാൽ തെറ്റ് മനുഷ്യനാണ് സംഭവിക്കാറുള്ളൂ. തെറ്റ് തിരുത്തുന്നിടത്താണ് നമ്മുടെ വിജയം. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് മനസ്സിലാക്കി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഒരൊറ്റ മെയ്യായി നിന്നുകൊണ്ട് ഒരൊറ്റ മൈൻഡ് സെറ്റിൽ നിന്നുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കാൻ തയ്യാറാണ് എങ്കിൽ, അച്ചീവ്മെന്റ് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ അച്ചീവ്മെന്റ് എടുക്കുമെന്നുള്ള ദൃഢനിശ്ചയം നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ഒന്നുമല്ല എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. എല്ലാ അച്ചീവ്മെന്റുകളും ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വേറൊരു പേരും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്. കോണ്ടസ്റ്റിക്ക എന്നാണ് എന്റെ ടീം എനിക്ക് ഇട്ടിരിക്കുന്ന പേര്, കോണ്ടസ്റ്റിക്ക. കാരണം എന്നെ സംബന്ധിച്ച് വെക്കുന്ന കോണ്ടസ്റ്റ് ഞാൻ ചാക്കോസാർച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വെക്കുന്ന കോണ്ടസ്റ്റ് അടിക്കാനുള്ള ആക്കിയിട്ടുള്ള ആളാണ് ഞാൻ പേടിച്ച് പിന്മാറുന്ന ഒരു വ്യക്തി എന്നുള്ള. ഞാൻ എവിടേക്കാണോ കാല് വെച്ചത് ആ കാല് പൊരുതി തോക്കാനും ഞാൻ തയ്യാറാണ്, പൊരുതി ജയിക്കാനും ഞാൻ തയ്യാറാണ്. എന്നിരുന്നാലും വിട്ടുകൊടുക്കില്ല. പൊരുതി തോക്കുന്ന ഒരു വ്യക്തിയായി ഒരു പക്ഷെ ചിലർക്ക് കാണാൻ പറ്റിയേക്കാം. തോൽവിയെ ഞാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. എത്ര തോറ്റാലും തോൽവിനാണ് വിജയം വരുള്ളൂ. അതുകൊണ്ട് കാരണം പരാജയം എന്ന് നമ്മൾ എഴുതുമ്പോൾ ആ പര കഴിഞ്ഞിട്ട് ജയം എന്ന 2 വാക്ക് ജയം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പരാജയത്തിൽ നിന്നാണ് ജയത്തിലോട്ട് പോകാൻ സാധിക്കുന്നത് ദൃഢനിശ്ചയം അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഏതൊരു ടീം ഏത് അച്ചീവ്മെന്റ് പ്ലാൻ ചെയ്താലും ആദ്യം അടിക്കുന്ന ആള് ഞാനായിരിക്കും, എന്റെ ടീമിലുള്ളവരായിരിക്കും. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം അതിന് മാത്രം തല്ലാൻ പറഞ്ഞാൽ കൊല്ലാനും കൊല്ലാൻ പറഞ്ഞാൽ നശിപ്പിച്ച് കളയാനും പറ്റുന്ന ഒരു പറ്റം ആളുകൾ ഇന്ന് എന്റെ കൂടെ ഉണ്ട്. ഇന്നിട്ടോ നാളെ ഞാൻ പറയില്ല. കാരണം നാളുകളിലോട്ട് എനിക്ക് വില പറയുന്ന ആളുകളായി മാറും. എല്ലാവരും മാറണം ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരാളുടെ വഴിയിൽ തടസ്സം നിൽക്കില്ല. എന്റെ കൂടെ വരുന്നവർ വിജയിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ വഴിയൊരുക്കി കൊടുക്കാൻ തയ്യാറാണ്. അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ, അവർ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു മൈൻഡ് സെറ്റിൽ ഞാൻ നിൽക്കുന്നത്. കാരണം എല്ലാവരും വിജയിക്കുന്നിടത്താണ് ഞാൻ വിജയം കാണുന്നത്. എല്ലാവരും വിജയിച്ച് നിൽക്കുമ്പോഴാണ് ഞാൻ സന്തോഷം കാണുന്നത്. എന്റെ മാത്രം വിജയത്തിലേക്ക് നോക്കിയിട്ട് യൂണിസ് വിജയിച്ചു എന്ന് കാണുന്ന സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ കൂടെ നിൽക്കുന്നവർ വിജയിച്ചു, അതിനുള്ള യൂണിസ് വിജയിച്ചു. ആ വിജയമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ വിജയമാണ് ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടുള്ളൂ. എന്റെ കൂടെ നിൽക്കുന്നവർ ആരെയും ചവിട്ടി താഴ്ചയുള്ള വിജയം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല. എന്റെ കൂടെ നിൽക്കുന്നവരുടെ വിജയത്തിലൂടെ എനിക്ക് വിജയിക്കുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. എനിക്ക് സ്വസ്ഥമായി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് പ്രപഞ്ചത്തോടും സൃഷ്ടാവിനോടും മനുഷ്യരോടും എല്ലാവരോടും എല്ലാ ജീവജാലങ്ങളോടും നന്ദി പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്താണ്. രാവിലെ ഒരു ഇത്തിരി തിരക്കുണ്ട്, പറഞ്ഞു നിർത്താണ്. അപ്പൊ എന്നിരുന്നാലും ഞാൻ പറഞ്ഞു നിർത്താണ്. അഭിലാഷ് സാറിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സുമേടത്തെ ഏൽപ്പിക്കുകയാണ്. എന്നിരുന്നാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സാഗരം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കി എടുത്തുകൊണ്ട് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്ന എല്ലാ സാഹചര്യവും നമ്മളിലോട്ട്
കൃത്യമായി ക്രിയാത്മകമായ രീതിയിൽ പ്ലാൻ ചെയ്തെടുത്തുകൊണ്ട് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മളുണ്ട് എന്ന് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഉറപ്പായിട്ടും എനിക്കിതിലൂടെ വിജയിക്കാൻ പറ്റുമെന്ന ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവരെ വിജയിപ്പിക്കാനുള്ള മനസ്സ് കാണിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ വിജയിക്കാൻ പറ്റുന്ന ഒരു അവസരം വയോട്ടൂർ ഇവിടെ തന്നിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സാഹചര്യത്തിലൂടെ നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹവും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്. ഒരു ഒരു എന്താ പറയാ, വലിയൊരു മഴ പെയ്തത്. ആ മഴയിൽ ഇടിയും മിന്നലും കാറ്റും ഒക്കെ ഭയങ്കര രസാ. ഇത് യുനെസ്കോന്റെ ഒരു സൂം എന്ന് പറയുന്നത് മൊത്തം നമ്മുടെ ബ്ലഡിൽ ഇങ്ങനെ ഹീറ്റായിട്ട് ഇങ്ങനെ തിളച്ചോണ്ടേയിരിക്കും. നമുക്കും കൂടി പറയാനുള്ള ഒരു സ്പേസ് ഇല്ലാത്തോണ്ടാ, ഇല്ലെങ്കിൽ ഞാൻ ചാടിക്കയറി പറഞ്ഞാനെ. അത്ര രസമായിട്ടാണ് എല്ലാവർക്കും ഇതിനകത്ത് വന്ന മെസ്സേജസ് ഒക്കെ അടിപൊളിയാണ്. വെച്ചാല് എപ്പോ വന്നാലും ഇതാ അവസ്ഥ, കൊടുങ്കാറ്റ് വരുന്ന പോലെ വന്നിട്ട് പെയ്ത് തീർത്തങ്ങ് പോകും. പക്ഷെ തീരൂല, ബാക്കി ഉണ്ടാവും എന്ന സമയത്തിന്റെ ഒരു പരിമിതി വെച്ചിട്ട് എങ്ങനെയൊക്കെയോ നിർത്തിയിട്ട് അങ്ങ് പോകലാണ്. അപ്പോ അടിപൊളിയായിട്ട് ഇന്നത്തെ സൂം കൈകാര്യം ചെയ്തു. യൂനസിക്ക പറയുന്നതിലെ ഇപ്പം കോൺഫിഡന്റ്, എനിക്കത് ഭയങ്കര ഇഷ്ടം. ഇപ്പൊ സെൽഫ് കോൺഫിഡൻസ് അത് എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ പറഞ്ഞാനെ. കാരണം നമ്മൾ ഇഷ്ടപ്പെടണം ആദ്യം. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്കൊരു കോൺഫിഡന്റ് ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഞാൻ എന്ന ഒരു വ്യക്തിയെ ഞാൻ സ്നേഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു കോൺഫിഡന്റ് ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് സംസാരിച്ചിട്ടുള്ളത്. അപ്പം ഞാനിനി അടുത്ത നമ്മളെ കൺക്ലൂഡിങ് സെഷന് വിളിക്കുന്ന എന്റെ ലീഡറായ അഭിലാഷ് സാറിനെ. അപ്പം ഇതിനകത്ത് പുലികളാ, ഈ ഒരു ടീം ബിഗ് എന്ന് പറയുന്ന സംഭവം ഇതിനകത്ത് മൊത്തം എല്ലാം പുലികളാ. അപ്പൊ ഈ സുധിച്ചേട്ടൻ എപ്പോഴും എന്നെ ആദ്യമൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് വരുന്ന സമയത്ത് പുലി എന്നൊക്കെ എന്നെ വിളിക്കും, അയൺ ലേഡി. എനിക്ക് ഭയങ്കര ഇറിറ്റേഷനോ, അയ്യോ എന്നെ എനിക്ക് ഭയങ്കര നാണക്കേടുമായിരുന്നേ. അപ്പൊ ഞാൻ ഇങ്ങനെ പറയും, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ചെറുതായിട്ടേ പറയുള്ളൂ. ഇപ്പം പുലി എന്നൊക്കെ വിളിക്കുമ്പോൾ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. അപ്പം പറയും, എന്താ പുലി എന്താ ശബ്ദമൊക്കെ, ഞാൻ ദേഷ്യം വിളിക്കും അങ്ങനെ വിളിക്കുമ്പോൾ. അപ്പം ഞാനും അത് ഇഷ്ടപ്പെട്ട് തുടങ്ങി. കാരണം നമ്മൾ അതായാൽ മാത്രമേ നമ്മൾ പുലിയായിട്ട് തന്നെ നടക്കണം, എന്നാ നമ്മളടുത്തേക്ക് ആരും വരൂല. അപ്പൊ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആ ഒരു പുലി എന്നുള്ള സ്പേസ് തന്നത് എനിക്ക് സുധിച്ചേട്ടനാണ്. അപ്പൊ സുധിച്ചേട്ടനോടും എന്താ പറയാ, എനിക്ക് കിട്ടിയ ലീഡേഴ്സിലെ ഭയങ്കര ഒരു എനർജറ്റിക് വെച്ചാൽ അവരെനിക്ക് ഫ്രണ്ട്സായി. ഇവര് 3 പേര്, സുധിച്ചേട്ടൻ, അഭിലാഷ് ചേട്ടൻ, ഡാനി സാറ്. ഒരു വേറെ ഒരു അവർ ലീഡറായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടേ ഇല്ല. കാരണം അവര് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിക്കുന്നു അഭിലാഷ് സാറിന്. അഭിലാഷ് ചേട്ടൻ അഭിലാഷ് സാറേ, ഒരു മിനിറ്റ്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈ സൂമിലുള്ള എല്ലാവർക്കും അതൊരു ഉപകാരപ്രദമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നലെ ഒരു മരിച്ച വീട്ടില്, അതായത് സഞ്ചയനം ഉണ്ടായിരുന്നു. സഞ്ചയനം. അപ്പൊ ആ സഞ്ചയനത്തിന് കണ്ടമാനം ആളുകൾ ഉണ്ടായിരുന്നു. അവർ കണ്ടമാനം ആളുകൾ ഒരു ഫാമിലിയാണ്. അപ്പൊ ആ അസ്ഥി വരുന്ന ആ ടൈമിൽ എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു മഴ വന്നപ്പോൾ ഞങ്ങൾ കുറെ ആളുകൾ തൊട്ട വീട്ടിലേക്ക് പോയി. അങ്ങനെ അതിന് വേണ്ടപ്പെട്ട ആളവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ ആളുകൾ ഓടിക്കൂടുന്ന ഒരു സംഭവം കാണുകയാണ്. അങ്ങനെ ഞാനും ഓടിച്ചെന്ന സമയത്ത് നോക്കുമ്പോൾ ഒരാള് പ്രഷർ ഡൗൺ ആയിട്ട് കുഴഞ്ഞു വീണുപോയി. അങ്ങനെ ആളുകൾ താങ്ങി കയ്യിൽ പിടിച്ചേക്കാണ് ഈ വ്യക്തിനെ. വണ്ടി എടുക്കണ, ഹോസ്പിറ്റലിൽ പോകണ എന്നും പറയും. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് എന്റെ കൈമിലുണ്ടായ റിസ്റ്റ് ബാൻഡ് അഴിച്ച് അദ്ദേഹത്തിന്റെ കൈമിൽ കെട്ടിക്കൊടുത്തുന്നതാണ്. 30 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ വിത്തിൻ 30 സെക്കൻഡ് കൊണ്ട് ഈ ആള് കണ്ണു തുറന്ന് എഴുന്നേൽക്കുകയും ഉടനെ തന്നെ ആ വ്യക്തിനെ തൊട്ട വീട്ടിലേക്ക് കിടത്താൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് പറഞ്ഞ്, വേണ്ട, കിടക്കണ്ട, എനിക്കൊന്ന് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്തോ, നിങ്ങൾ വ്യക്തിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോ. പക്ഷെ ആ വ്യക്തി സമ്മതിച്ചില്ല. 32 വയസ്സായ പയ്യനാണ്. അവൻ പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഇട്ട വായിക്ക് ചോദിച്ചാണ്, ഇത് എന്ത് സംഭവമാണ്, ഇത് എന്റെ കൈമലൊക്കെ ഇത് കെട്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എന്റെ ശരീരത്തിന് ഒരിറത്ത് കരണ്ട് പിടിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് എന്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളും മാറി. ഇത് എന്ത് സാധനമാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെപ്പറ്റി നമുക്ക് പിന്നീട് പറയാം. ഇത് ഒരു
പ്രത്യേക സാധനം ഒരു 5 വർഷമായിട്ട് നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയിട്ടുള്ളൊരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇപ്പൊ അവിടെ കൂടിയിട്ടുള്ള ആളുകൾക്ക് ഇത് എന്താണെന്ന് അറിയണമെന്നപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എല്ലാവരും നമ്പർ തന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞ് 7 വീട്ടുകാര് എന്റെ പക്കൽ നിന്ന് നമ്പർ മേടിച്ച് അവർ ഇന്നലെ വിളിച്ച് സംസാരിച്ച് അത്യാവശ്യം ഇന്ന് 10 മണിക്കൊരു അപ്പോയിന്റ്മെന്റ് ഉണ്ട് അവരെ തന്നെ. അപ്പോ ഇതാണ് നമ്മുടെ റിസ്റ്റ് ബാൻഡിന്റെ ഒരു പവർ. ഇത് നമ്മൾ എപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും എത്ര തിരക്കാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി നമ്മ ഈ സാധനം അവരുടെ ശരീരത്തിനകത്ത് സ്പർശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടിയതിന് തുല്യത അവർക്ക് ഉണ്ടാവും, നമ്മളോടൊരു ബഹുമാനം ഉണ്ടാവും എന്നുള്ളത് 100% സത്യമാണ്. അപ്പൊ ഇങ്ങനത്തെ അവസ്ഥ ആർക്കുണ്ടായാലും ശരിയാണ്, മടി കാണിക്കരുത്. നല്ല കോൺഫിഡൻസോട് കൂടി ചെന്നാൽ കൈമ കെട്ടിക്കൊടുക്കുക, നെറ്റിയിൽ കെട്ടിക്കൊടുക്കുക. ഇത് ഞാനൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ താങ്ക് യു സലീമിക്ക. ഇത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഹൃദയം പൊട്ടി സലീമിക്കൊപ്പം മരിച്ചു പോയാനെ. കാരണം അത്രയും ആവേശത്തിലാണ് അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങൾ. കാരണം ഇതിനുള്ള ഒരു മിനിറ്റ്, ആ ഒരു മിനിറ്റ് തന്നെയാണ് ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ താങ്ക് യു സലീമിക്ക. ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു വിശ്വാസം എന്നുള്ളത്. നമ്മുടെ കോൺഫിഡൻസ് അതാണ്. നമ്മൾ പല അനുഭവങ്ങൾ ഇതേപോലെ ഓരോ വ്യക്തികൾക്ക് ഉണ്ടായിട്ടുണ്ട്. എനിവേ സലീമിക്കയോട് പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. കാരണം ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് ആയിരുന്നു ആ കാര്യങ്ങൾ. ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഈ പ്രൊഡക്റ്റിനെ അത്രയും സ്നേഹിക്കുകയും അത്രയും വിശ്വസിക്കുകയും നമുക്കൊരു ട്രസ്റ്റ് ആണ്. ഒരുപാട് പേര് കൂടി നിൽക്കുമ്പോ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് അദ്ദേഹത്തിന് കെട്ടിക്കൊടുക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ പ്രൊഡക്റ്റിൽ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തിട്ടുള്ള ആൾ ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട MC നമ്മുടെ സുമി മാഡം ഹോസ്പിറ്റലിൽ ഇതേപോലെ ഒരു വിഷയം ഉണ്ടായിട്ട് അവിടെ ഇടപെട്ടു അവരെ ആ സമയത്ത് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത്. ഇവിടെ പല വ്യക്തികളും അതിന്റെ എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ സുധിച്ചേട്ടനും ശങ്കേഷും കൂടി പോയ സമയത്ത് അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാവുന്ന ഒരു വലിയ ഒരു പ്രൊഡക്റ്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ളത്. നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മവിശ്വാസം വളർത്താനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. യുവർ കോൺഫിഡൻസ് വിൽ ബൂസ്റ്റ് യുവർ എക്കണോമിക് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്തും എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് എത്രമാത്രം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കേണ്ടത്. നിങ്ങൾ എല്ലാവരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുമി മേഡം തുടക്കത്തിൽ സൂചിപ്പിച്ചു അവരുടെ ആത്മവിശ്വാസത്തെ കുറിച്ച്. ഞാനൊരു ലീഡറാണെന്ന് സ്വയം തിരിച്ചറിയുന്ന ഒരു സമയത്ത് നമ്മളെല്ലാവരും ലീഡർഷിപ്പ് ഉള്ള ആളുകളാണ്. ആ ലീഡർഷിപ്പാണ് നമ്മുടെ ജനനം എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നും നമുക്ക് ഈ ഭൂമിയിലേക്ക് ജനിക്കാനുള്ള ഒരു പ്രചോദനം, ആ അവസരം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലീഡറായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് സുമി മേഡം സൂചിപ്പിച്ചത്. ഒരു പ്രതിസന്ധിയും അവരെ തളർത്തിയിട്ടില്ല ഇന്ന് വരെ. ആ ഒരു കോൺഫിഡൻസ് ആണ് മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അവിടെ സപ്പോർട്ട് വേണമെന്നോ മറ്റു കാര്യങ്ങൾ ആരെങ്കിലും ഇല്ല എന്നുള്ളൂ. ഇവിടെ ഡെയിലി നമ്മൾ വിളിച്ചാൽ ഒരു പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങി വരാൻ താല്പര്യം പ്രകടിപ്പിക്കാത്ത 100 കണക്കിന് ആളുകൾ നമ്മുടെ അല്ലെങ്കിൽ പല ടീമുകളിലും ഉള്ള സമയത്താണ് ഒരാളും വേണ്ട എന്നെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ, എന്നെ കൂടെ വരാനായിട്ട് ഞാനാണ് ലീഡർ എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നിടത്താണ്. ഇവിടെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് എന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ന് ഈ ബിസിനസ്സിൽ എന്നെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം. ഇങ്ങനെ ആരൊക്കെ തീരുമാനിക്കുന്നോ അതാണ് നമ്മൾ ഓരോരുത്തരുടെ വിജയം എന്നുള്ള സുമി എന്ന് പറയുന്ന ലീഡർ ഈ ബിസിനസ്സിൽ 100% സക്സസിലേക്ക് ആദ്യ സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കിട്ടിയ വരുമാനത്തിന് അളന്നുകൊണ്ടല്ല ഓരോ വ്യക്തിയുടെ ഒരു വിജയം തീരുമാനിക്കുന്നത്. നിലവിൽ അത് ചെറിയ വരുമാനമായിരിക്കാം, പക്ഷെ ഒരു 3 വർഷം മുതൽ ഒരു 5 വർഷം വരെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സ്റ്റിക്ക് ഓൺ ചെയ്ത വ്യക്തികൾക്കാണ് വലിയ ഗ്രോത്തിലേക്ക് മാറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കാരണം ഈ മേഖല അവരെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമാണ്. ഇതുവരെ സെയിൽസ് മേഖലയിലോ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലോ പ്രവർത്തിക്കാത്തതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് മേഡത്തെ സംബന്ധിച്ചുണ്ടാവാം. ആ ഒരു കോൺഫിഡൻസിൽ ആ ഒരു എക്സ്പീരിയൻസ് ഇല്ലായ്മ നമ്മളെ പല ആളുകളെയും ബാധിക്കും. പക്ഷേ സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഗതി വെച്ച് അതിനെ ഓവർകം ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് ഒരുപാട് വ്യക്തികൾ സക്സസ് ആയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ സക്സസ് ആവാൻ വേണ്ടി കഴിയും. എന്തായാലും വളരെ മനോഹരമായിട്ട് ഒരു MC എന്നുള്ള പാർട്ടിയിൽ നിന്നും ഇനി അടുത്ത ഒരു ഫുൾ ടൈം ഒരു ദിവസം മുഴുവൻ സംസാരിച്ചാൽ തീരാത്തത്ര ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ചെയ്യാൻ
കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി കൂടിയാണ് സുമി. എന്തായാലും എല്ലാ വിധത്തിലുള്ള ആശംസകൾ നേരുന്നു. വളരെ 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 ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ബിസിനസ് പറയേണ്ട ബിസിനസ്സാണ്. അങ്ങനെ പറയാൻ മടിക്കുന്നവർക്ക് ഈ ബിസിനസ് ഒരിക്കലും ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ല. പറയാനുള്ള കോൺഫിഡൻസ് നമ്മൾ കാണിക്കുക. ഇവിടെ ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞാൽ തെറ്റിപ്പോവും. ആ തെറ്റലൊന്നുമല്ല നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. നമ്മൾ തെറ്റിയാണ് ഇവിടെ ഓരോരുത്തരും സക്സസിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട യുനസ് ഭായിയെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരു തൃശ്ശൂർ പൂരം ഇപ്പൊ ഒരു ഇടിവെട്ടും മഴ കഴിഞ്ഞ എന്നുള്ള രീതിയിലാണ് ഉപമിച്ചതെങ്കിൽ ഞാൻ പറയുന്നു, ഒരു തൃശ്ശൂർ പൂരം കഴിഞ്ഞതിന്റെ ഒരു പ്രതീതിയാണ് നമ്മുടെ ഈ സൂമിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് ഉള്ളത്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വന്ന സമയത്ത് എന്റെ ഇമ്മീഡിയറ്റ് പൊസിഷനിൽ നിൽക്കുന്ന 2 ലീഡേഴ്സിൽ ഒരാളാണ് നമ്മുടെ പ്രിയപ്പെട്ട സജീവൻ സാറും അതുപോലെ തന്നെ നമ്മുടെ യുനെസ് കാര്യം. അത് രണ്ടുപേരും ഒരു ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് ഈ ബിസിനസ്സിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ്. നമുക്ക് ഇവരിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. കാരണം ആ തുടങ്ങിയ സമയം മുതൽ ഇന്ന് വരെ ആ ഒരേ ലെവലിൽ ഒരേ വേവ് ലെങ്ത്തിൽ ഈ ബിസിനസ്സിൽ നിൽക്കാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ഒരു ഗ്രോത്തിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതേ വേവ് ലെങ്ത്തിൽ നമ്മൾ പലപ്പോഴും തുടങ്ങിയിട്ട് ഇപ്പൊ ഇത്തിരി ക്ഷീണമാണ്, ഇപ്പൊ ഇത്തിരി ചെയ്യാൻ പ്രയാസമാണ്, ഇപ്പൊ ബിസിനസ് ഇത്തിരി കുറവ്, അങ്ങനെ കുറവും കൂടുതലും ഒന്നുമില്ല ഈ ബിസിനസ്സിൽ. കാരണം ഇവിടെ നമുക്ക് ഗ്രോത്ത് പല സമയത്ത് ചില സമയത്ത് ഈ ഗ്രോത്ത് കുറയുന്ന സമയമുണ്ട്. എല്ലാ ബിസിനസ്സിലും അതുണ്ടെന്ന് വിചാരിക്കുക. എല്ലാ ബിസിനസ്സിലും അത്തരം വളർച്ചകളും താഴ്ചകളും ഉണ്ടാവും. ഇത് യഥാർത്ഥത്തിലേക്കുള്ള ഒരു ഗ്രോത്തിലേക്ക് പോകുന്നതിന് നല്ലൊരു ടീം ബിൽഡ് ചെയ്യണം. ആ ഒരു ടീം ബിൽഡ് ആവുന്ന എന്നാണോ അന്ന് മുതൽ അദ്ദേഹത്തിന്റെ സക്സസ് ആരംഭിക്കുന്നു എന്നാണ്. ഇവിടെ പ്രിയപ്പെട്ട യുനസ് ഭായ് തുടക്കം മുതലേ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം. തുടക്ക സമയത്ത് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഇദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് വന്ന സമയത്ത്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വന്ന സമയത്ത് അദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഓടി ഒളിക്കുന്ന ഞാനെന്ത് പറയാനാണോ എന്ന് ചോദിച്ചിട്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്നിപ്പോ അദ്ദേഹത്തെ തള്ളി മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മൈക്ക് കൊടുത്താൽ ആ ഒരു രീതിയിലേക്ക് ഒരു കോൺഫിഡൻസ് മാറി എന്നുള്ളതാണ്. കാരണം അങ്ങനെ പറഞ്ഞ് പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ ചിലപ്പോ ഞാൻ ചോദിക്കും, താൻ ഈ വാക്കെന്തിനോട് പറഞ്ഞ അത് അവിടെയുള്ളതല്ലേ, അപ്പൊ അത് തിരുത്താൻ തയ്യാറാണല്ലോ. കാരണം നമ്മളൊരു കാര്യം പറഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കാനായിട്ടും അങ്ങനെ ഒരു വാക്ക് ചിലപ്പോൾ ഡിക്ഷണറിയിലൊന്നും ചിലപ്പോൾ അത്തരം വാക്കുകൾ ഉണ്ടാവില്ല. പക്ഷെ ആ വാക്കുകളും ആത്മവിശ്വാസത്തോടുകൂടി പറയുമ്പോൾ അതാണ് ഒരു വൈബ് എന്നുള്ളത്. നമ്മൾ പറയുന്ന വാക്ക് തെറ്റിപ്പോയിട്ട് ചിലപ്പോ പറയുന്ന വാക്കുകളൊന്നും ഡിക്ഷണറിയിൽ ഉണ്ടാവില്ല. അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നങ്ങൾ. ഇവിടെ ഏത് സമയത്ത് ഏത് കാര്യങ്ങൾ ഉപയോഗിക്കണമെന്നൊന്നും നമ്മൾ പറയുന്നതാണ് ആ സമയത്ത് ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്നുള്ളത്. അത് തന്നെയാണ് യുനസിനെ ഈ ബിസിനസ്സിൽ സക്സസ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഏറ്റവും പവർഫുൾ ആയിട്ട് ഒരു ലീഡർ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട യുനസ് ഭായ്. എന്തായാലും അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു കാര്യങ്ങളുണ്ട്. തകർന്നടിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം. ഞങ്ങൾ പല വലിയ വണ്ടികളുടെ ഷോറൂമുകളിലേക്ക് പോകാറുണ്ട്. BMW ഷോറൂമിൽ പോയിട്ടുണ്ട്, ബെൻസിന്റെ ഷോറൂമിൽ പോയിട്ടുണ്ട്, അതുപോലെ ഫോർച്യൂണർ എടുക്കാനായിട്ട് അവിടെ പോയി നിന്നിട്ടുണ്ട്, കിയയുടെ ഷോറൂമിൽ പോയിട്ടുണ്ട്. ഇവിടെ നിലവിൽ എന്ത് സാഹചര്യമാണെന്ന് നോക്കിയിട്ടല്ല, അവിടെ ചെന്ന് നിന്ന് ആ വണ്ടിയിൽ കയറിയിരുന്ന് അത് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് ആ സമയത്ത് കിട്ടുന്ന ഒരു ഫീലിംഗ് നമ്മൾ നാളെ അച്ചീവ് ചെയ്യാൻ പോകുന്നത് ഈ വണ്ടിയിലേക്കാണ്. 1 കോടി രൂപയുടെ വണ്ടിയിലൊക്കെ കയറി നിന്നിട്ട് ഇതിന്റെ വില ചോദിക്കുന്നതൊക്കെ നമ്മള് ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ്. കാരണം 1 കോടി രൂപയുടെ വണ്ടി എടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 100 കോടി രൂപയുള്ള ആള് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ 1 കോടി രൂപയുടെ വണ്ടി എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്നുള്ള അത് കാണിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. എനിക്ക് കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രചോദനം എന്നുള്ളത്. നമുക്ക് ഓരോരുത്തർക്കും ഇന്നത്തെ ഒരു ദിവസം സക്സസ്ഫുൾ ആയി മാറുന്നതിന് വേണ്ടിയിട്ട് ആ വാക്കുകൾ ഉപകാരപ്പെടും. എനിവേ നമ്മുടെ പ്രിയപ്പെട്ട യുനസ് ഭായ് നമ്മുടെ ഈ സൂമിന്റെ ആവേശം, നമ്മുടെ ടീമിന്റെ ആവേശം, KBC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന്റെ ആവേശമായി മാറിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി വലിയൊരു ട്രെയിനർ ആയി മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ആ തുടക്കം മുതലേ ഈ ഒരു സമയം വരെ ആ ഒരു 100 പേര് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളാണ് ഇതിന്റെ സക്സസ് എന്ന് പറയുന്നത്. ഓരോ ദിവസവും ഈ സൂമിന്റെ പാർട്ടായിട്ട് കയറിയിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ സാറും അതുപോലെ തന്നെ ചാക്കോ സാറും സലീമിക്കയും സുരേഷ് ചേട്ടനെയൊക്കെ പോലെ ഋതുരാൻ ടീച്ചറിനെയൊക്കെ പോലെ
നമ്മുടെ ഭഗത് സാറൊക്കെ ഇത് തന്നെയാണ് ഈ ഒരു സൂമിന്റെ ഏറ്റവും വലിയ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. നിങ്ങളാണ് ഇതിന്റെ സക്സസ് തീരുമാനിക്കുന്നത്. നിങ്ങളുടെ ടീമിലുള്ള ആളുകളാണ് ഇതിന്റെ പാർട്ടായിട്ട് കയറുന്നത്. നമ്മുടെ ടീമിലുള്ള ആളുകൾ ഓരോരുത്തരും ഈ സൂമിൽ കയറുന്നുണ്ട്. എത്ര പേര് നമ്മുടെ ടീമിൽ നിന്ന് കയറിയിട്ടുണ്ട് നമ്മളൊന്ന് പരിശോധിക്കുക. നാളെ വരുമ്പോൾ ഒരു പുതിയൊരു വ്യക്തിയെ കൂടി ഈ സൂമിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ സക്സസ് ആകുമെന്ന് തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങാനായിട്ടും അതിലൂടെ സെയിൽസുകൾ കളക്ട് ചെയ്യാനായിട്ടും നാളെ വന്നിരിക്കുമ്പോൾ ഇവിടെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സാറേ ഞാൻ ഇന്നൊരു സെയിൽസ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ലെവലിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറണം. ഗുഡ് മോർണിംഗ് രാവിലെ പറയുന്നതോടൊപ്പം തന്നെ ഒരു സെയിൽ കിട്ടി എന്നുകൂടി പറയാനായിട്ട് നാളത്തെ ഒരു ദിവസം തയ്യാറാവണം. എനിവേ അതിന് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തായിട്ട് അറിയിക്കുന്നു. താങ്ക് യു ഓൾ.